പൃഷ്ഠം ചലിപ്പിക്കുന്ന പക്ഷികൾ അപഹാസ്യരാവുകയുള്ളൂ. ജലന്ധർ രൂപതയിലെ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെയുള്ള കേസിൽ നടന്ന മാധ്യമ ചർച്ചകളും സമരങ്ങളും നടപടികളും നാം വിലയിരുത്തണം. സഭ ബിഷപ്പിന്റെ പക്ഷമാണ്, ബിഷപ്പിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നിങ്ങനെ വരുത്തി തീർക്കുവാൻ പരമ്പരാഗതമായി സഭയെ എതിർക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും തീവ്ര ശ്രമമുണ്ടായി. കൂടാതെ സഭയിൽ ചിലരുടെയെങ്കിലും ധാർഷ്ട്യത്തിൽ നിന്നുമുണ്ടായ മുറിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശ്വാസികളും വിമർശകരുടെ പക്ഷം ചേർന്നതും വ്രതവാഗ്ദാനങ്ങൾ സ്വീകരിച്ച ചിലരും സമരകോലാഹലങ്ങളിൽ പങ്കുചേർന്നപ്പോൾ സഭയെ ഒന്നാകെ കളങ്കപ്പെടുത്തുവാനും വിശ്വാസികളെ ഭിന്നിപ്പിക്കുവാൻ സുവർണ അവസരമായി ചില സഭാവിരുദ്ധർ വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ മുഖപത്രത്തിലെ തുറന്ന വിലയിരുത്തൽ അനിവാര്യമായി. CBCIയും KCBCയും കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഭയുടെ ഔദ്യോഗിക ഘടകങ്ങളെല്ലാം സ്വീകരിച്ച നിലപാട് നിയമത്തിന്റെ വഴിക്ക് പോകണം എന്നതാണ്. പോലീസ് സത്യസന്ധമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നതാണ് ഇപ്പോഴും സഭയുടെ നിലപാട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ കന്യാത്വം നഷ്ടപ്പെടാതിരിക്കുവാൻ സ്വാഭാവികമായും ജീവൻ ത്യജിച്ചും ചെറുത്തു നിൽക്കണമെന്നല്ലേ നാം പ്രതീക്ഷിക്കുന്നത്. കേസിലെ പരാതിയിൽ നിന്നും ഇപ്പോൾ മനസ്സിലാകുന്നതിന് മഠത്തിന് അടുക്കള പണിയുന്നതിന് അനുവദിച്ചിരുന്ന പണം ബിഷപ്പ് ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ബിഷപ്പ് കന്യാസ്ത്രീയെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. സഭയിൽ എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാം നിർലോഭം സഹായിച്ചിട്ടുണ്ട്. മഠത്തിന്റെ അടുക്കളയുടെ നിർമ്മാണം നമ്മെ സംബന്ധിച്ചിടത്തോളം തുലോം ചെറിയ കാര്യമാണ്. കൂടാതെ സന്യാസ സമൂഹത്തിന്റെ പൊതുവായ നിയമമാണ് ഏതൊരു സാഹചര്യത്തിലും ഒരു സഹകന്യാസ്ത്രീയെ കൂടെ കൊണ്ടുപോകണമെന്നുള്ളത്. ഈ നിയമത്തെ അടിയന്തര ഘട്ടത്തിൽ ഒരു പ്രാവശ്യം ലംഘിക്കാം, എന്നാൽ 13 പ്രാവശ്യം ലംഘിക്കപ്പെടാതെ നോക്കണമായിരുന്നു. ഇപ്രകാരമുള്ള ചിന്തകൾ പ്രഥമദൃഷ്ട്യാ ബിഷപ്പ് കുറ്റക്കാരനാണെന്ന് തീരുമാനമെടുക്കേണ്ട പരാതിയായി കണക്കാക്കാതെ ഈ ആരോപണത്തിൽ പോലീസിന്റെ അന്തിമ റിപ്പോർട്ടിനായി കാത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത് സ്വാഭാവികം മാത്രം. സഭയെ അപഹാസ്യപാത്രമാക്കുന്നതിനും വിശ്വാസഗണത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ തലകുനിപ്പിക്കുന്നതും പലപ്പോഴും സമർപ്പിതർ അവരുടെ ആത്മീയ ജീവിത ശൈലിയിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും അവർ സമരങ്ങളിലും ജാഥകളിലും വിവാദങ്ങളിലും ഉൾപ്പെടുമ്പോഴുമാണ്. ഇക്കാര്യം തമസ്കരിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളാണ് കൊഴുക്കുന്നത്. ഏതായിരുന്നാലും ഇതിന്റെ ഭാഗമായി ക്രൈസ്തവ അഭിമാനം അടിയറവ് വയ്ക്കാനുള്ള ഏതൊരു നീക്കത്തെയും പ്രതിരോധിക്കാനും പരാജയപ്പെടുത്തുവാനുള്ള വിശ്വാസ തീഷ്ണതയും പ്രതിബദ്ധതയും ഇവിടത്തെ അൽമായ സമൂഹത്തിനുണ്ടെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ പരാതിയുടെ മറവിൽ സഭയെയും ക്രൈസ്തവരെയും മോശമായി ചിത്രീകരിക്കുന്നവർ സംഘം ചേർന്നതും ആരോപണ പെരുമഴ ഒരുക്കിയതും നാം കണ്ടു. ഇത് അവസരമാക്കി സഭയെ ഒന്നായി കളങ്കപ്പെടുത്തി ഇല്ലായ്മ ചെയ്യുവാനും വിശ്വാസികളുടെ കൂട്ടായ്മ നശിപ്പിക്കുവാനും ചില മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ വഴിവിട്ട ശ്രമങ്ങൾ നടത്തി. ഒരു മെത്രാനെതിരെയുള്ള ആരോപണത്തിന്റെ പേരിൽ സഭയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരെ തുത്തുകുണുക്കി പക്ഷിയോട് ഉപമിക്കേണ്ടിയിരിക്കുന്നു. മരച്ചില്ലയിൽ ഇരിക്കുന്ന തുത്തുകുണുക്കി പക്ഷി തുത്തുകുണുക്കുമ്പോൾ പക്ഷിയുടെ വിചാരം ലോകം മുഴുവൻ കുലുങ്ങുകയാണെന്നാണ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. മരച്ചില്ല പോലും കുലുങ്ങുന്നില്ല. അത്രയുള്ളൂ സഭയെ ഇപ്പോൾ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ചിലരുടെ ആക്രോശങ്ങൾ. എന്നാൽ ഈ ആക്രോശങ്ങൾ ആദ്യഘട്ടത്തിൽ ആസ്വദിച്ച നമ്മളിൽ പലരും ആക്രോശങ്ങളുടെ ഭാവവും രീതിയും മാറുകയും നമ്മുടെ നെഞ്ചത്ത് കയറി നമ്മെ അപഹാസ്യപ്പെടുത്തുവാനും നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ സമുദായം ഉണരുകയും മാറിച്ചിന്തിക്കുകയും ചെയ്തു തുടങ്ങിയത് നമ്മുടെ കൂട്ടായ്മയുടെ തെളിവാണ്. എല്ലാ പ്രതിസന്ധികളെയും തിരുത്തലോടുകൂടി അതിജീവിച്ച് മുന്നേറിയിട്ടുള്ള ഒരു സമുദായ ചരിത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ വിശ്വാസാധിഷ്ഠിതമായ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് സഭ. സഭയിൽ ക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിച്ച് വിശുദ്ധരായി ജീവിക്കുന്ന നമ്മളുടെ ബഹുഭൂരിപക്ഷം വൈദികരെയും സന്യസ്തരെയും ഒന്നാകെ കളങ്കപ്പെടുത്തും വിധം നടത്തുന്ന നരനായാട്ട് നമ്മെ വളരെയധികം വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തിയത് ആരാണ്? ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾ നടത്തിയത് ആരാണ്? ഈ രാജ്യത്തെ കുഷ്ഠരോഗികളെയും അനാഥരെയും അംഗവൈകല്യമുള്ളവരെയും ബുദ്ധിമാന്ദ്യമുള്ളവരെയും എയ്ഡ്സ് രോഗികളെയും സർക്കാരുകൾ പോലും മാറി നിന്ന കാലത്ത് ജാതി മത വ്യത്യാസമില്ലാതെ ശുശ്രൂഷിച്ചത് ആരാണ് എന്ന് ഈ ആക്രോശിക്കുന്നവർ പറയണം. ഈ അഭിമാനകരമായ ക്രൈസ്തവ പാരമ്പര്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അതിനാൽ നമ്മുടെ അഭിമാനം ആർക്കും അടിയറവ് വയ്ക്കാൻ അനുവദിക്കുകയില്ല. നമ്മെ അവഹേളിച്ചുകൊണ്ടുള്ള അതിരുവിട്ട അട്ടഹാസത്തെ നാം സമചിത്തതയോടെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. വേട്ടക്കാരും ഇരകളും അന്യോന്യം വെച്ചുമാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പീഡനാരോപണങ്ങൾ പരിണമിക്കുന്ന സംഭവങ്ങൾ അപൂർവമായെങ്കിലും ഉണ്ടാകുന്ന നാടാണ് നമ്മുടേതെന്ന കാര്യം വിസ്മരിക്കാനാവില്ല.
ജലന്ധർ കുലവിലങ്ങാട് വിഷയത്തിൽ ഇതിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടാൻ സഭാവൃത്തങ്ങളിൽ നിന്ന് ഒരാളും തയ്യാറായിട്ടില്ലെങ്കിലും കാതലായ സാഹചര്യ തെളിവുകളുടെ പിന്തുണയോടെ അത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ ഓടിച്ചിട്ട് തള്ളാൻ നീക്കങ്ങൾ നടക്കുന്നു. പറയുന്നതിൽ പതിരുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് കാണിക്കുന്നതിന് പകരം നാവ് പിഴുതെടുക്കാൻ നോക്കുന്നത് ആശാസ്യമല്ല. സമരത്തിനിറങ്ങിയവരും അവരെ പ്രോത്സാഹിച്ചവരും കാണാതെ പോയ ഒരു വസ്തുതയുണ്ട്. സമരത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ അനുഭവത്തിന്റെ യഥാർത്ഥ കാരണം സഭയ്ക്ക് സ്വന്തമായുള്ള അതിമഹത്തായ മനുഷ്യ സേവനത്തിന്റെ ചരിത്രത്തിന്റെ രജതപ്രഭയിലാണ് സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ തിരുവസ്ത്രങ്ങൾ തിളക്കം കൈവരുന്നത്. ഈ പ്രഭാപൂരത്തിന്റെ പ്രഭവകേന്ദ്രങ്ങളോട് ചേർന്ന് നിന്ന് മിന്നുന്ന കാൽപ്പനിക നുറുങ്ങുവട്ടങ്ങൾക്ക് പിന്നിൽ മുഖമുടമണഞ്ഞ ഉൽക്കകൾക്ക് ക്ഷിപ്രായുസുകൾ ഉണ്ടാവുകയുള്ളൂ സാധിക്കുകയുള്ളൂ. തിരുവസ്ത്രധാരികളുടെ തെരുവ് സമരം അനഭിലഷണീയമായെന്ന വാദത്തെ അപഹസിക്കുന്നവർ ഇക്കാര്യങ്ങൾ കൂടി ഓർക്കണം. എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഏതൊരു ആസൂത്രിത നീക്കത്തിന്റെയും വിധി ഈ പ്രതിഷേധക്കാരുടെ ഉദ്യമങ്ങളെ കാത്തിരിക്കുന്നു. സത്യം ജയിച്ചേ പറ്റൂ. ആത്യന്തികമായി അത് സംഭവിക്കുകയും ചെയ്യും. Please subscribe our Christian Times channel to know more Christian truths.